الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും ആ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ മുസ്ലിമീങ്ങൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സലഫികൾ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ ഞങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തണേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മാസം, ഇനി വരാൻ പോകുന്ന മാസം, അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ മഹത്തായിരിക്കുന്ന മാസങ്ങളാണ്. നമ്മൾ സാലിഹീങ്ങള് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവുകയില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെയാണ് നമസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത് എന്നെല്ലാം നമുക്കൊരു ധാരണയുണ്ടാവും. പക്ഷെ നമ്മളെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 69-ാമത്തെ വചനം നിങ്ങൾക്കറിയാം. വമൻ യുതിഇല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ, ഫൗലൈക, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ, മഅല്ലദീന അൻഅമല്ലാഹു, അവർ ഒരു കൂട്ടറപ്പുറം കൂടെയാണ്. അവർക്ക് അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നബിയന, അവർ ആരാണ്? ഒന്ന് നബിമാർ, വസിദ്ദീഖീന, രണ്ട് സിദ്ദീഖന്മാർ, വശുഹദായി, മൂന്ന് ശുഹദാക്കൾ, വസ്സാലിഹീൻ, സാലിഹീങ്ങൾ. ഉലൈക വഹസ്ന ഉലൈക റഫീഖ, അവരെ
സ്നേഹബന്ധം എത്ര നല്ല റഫീഖാസം സ്നേഹബന്ധമാണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, നബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശുഹദാക്കളെ പറഞ്ഞിട്ടുണ്ട്. നബിമാരെല്ലാവരും സാലിഹീങ്ങളാണ്, നബിമാരെല്ലാവരും സിദ്ദീഖീങ്ങളാണ്, സിദ്ദീഖീങ്ങളെല്ലാവരും സാലിഹീങ്ങളാണ്, ശുഹദാക്കളെല്ലാവരും സാലിഹീങ്ങളാണ്. സാലിഹീങ്ങൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാ വിഭാഗത്തിനും പറയുന്ന ഒരു വിഭാഗമാണ്. നമ്മളറിയാം, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ശുഹദാക്കൾ ചെയ്യുന്നത് പോലെ അവരുടെ ജീവിതത്തിനെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്, അവരുടെ രക്തത്തിനെ ഇസ്ലാമിന് വേണ്ടി ചീന്തിയത് നമുക്ക് അനുഭവമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം ആളുകൾക്കും പറയാൻ സാധിക്കുന്നുള്ളത്. സൂറത്തുൽ ഹശർ കാലത്ത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നഷ്ടകാരികളുടെ കാര്യം പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ ആളുടെ സ്വഭാവം പറയുന്നുണ്ട്. പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു, അവര് ഇല്ലല്ലദീന ആമനു, ഒരു കൂട്ടർ അവർ വിശ്വസിച്ചിരിക്കുന്നു, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മം ചെയ്തിരിക്കുന്നു, അവർ ഒഴിച്ച് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, അവർ ക്ഷമിക്കുകയും ഈ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ അവർ സൽക്കർമ്മം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ ഒഴിച്ചിട്ടാണ് നാശകാരികൾ എന്നുള്ളതാണ് പറഞ്ഞത്. വല്ലസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണെന്ന് പറഞ്ഞത് ഈ ആളെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ സാലിഹായിരിക്കും? നമ്മൾ നിസ്കാരം മാത്രമോ, നോമ്പ് മാത്രമോ, പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയല് മാത്രമാണ്? നമ്മൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയില്ലേ, ഇന്നൊരു കൈ കൊടുക്കും, ഇതെല്ലാം ഇബാദത്ത് തന്നെ. പക്ഷെ അത് മാത്രമാണ് സൽക്കർമ്മം. ത്യാഗ മനോഭാവം ഉണ്ടാവണം നമുക്ക് ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തില് ത്യാഗം, മനുഷ്യന് വേണ്ടി ത്യാഗം ചെയ്യാം. ഒരിക്കൽ മഹാനായിരിക്കുന്ന ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. രാത്രി കുറെ വൈകിയാൽ അയാള് മദീന ചുറ്റുപാടിലെല്ലാം ഇങ്ങനെ സഞ്ചരിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ, എന്തെങ്കിലും മോശമായ പ്രവണത നടക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം വേറെ ഒരാളും അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനും കൂടി ഇങ്ങനെ നടന്നു കൊഴിക്കുമ്പോൾ ദൂരെ ഒരു പ്രകാശമുണ്ട്. അങ്ങനെ മെല്ലെ അവിടത്തേക്ക് നടന്നെടുത്തു. അടുത്തപ്പോൾ ഒരാള് പുറത്തു വന്നു. ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ബാംഗ്ലേ ദൂരെ നിന്ന് വരികയാണ്, മദീനയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ ഒരു പെണ്ണുങ്ങളെ ഞെരക്കം കേട്ടു. അതാരാണ് ചോദ്യം? അതെന്റെ ഭാര്യയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് അവർക്ക്? അവർ പ്രസവ വേദനയുണ്ട്. അപ്പൊ അയാളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുക്ക് എന്തെങ്കിലും ഉണ്ടാ ഭക്ഷണം കഴിക്കാൻ? ഇല്ല. ആ പേറ്റി വേദന വന്ന് ആ പെണ്ണുങ്ങളുടെ അടുക്ക് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാ? ഇല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്ന ആളെ അട നിർത്തും. എന്നിട്ട് കുതിരയുമായിട്ട് വീട്ടിലേക്ക് വരും. വന്നിട്ട് ഭാര്യനോട് ചോദിച്ചു, നിനക്ക് സ്വർഗം കിട്ടും, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. എന്താ സംഭവം എന്ന് ഭാര്യ ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങകലെ ഒരു തമ്പിൽ ഒരു പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന വെട്ടിയിരിക്കുന്നു, അവർക്ക് പ്രസവം നോക്കുവാൻ, അതിനെ പരിപാലിക്കാൻ ഒരാളില്ല. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും. അവിടെ നാളെ അള്ളാഹു സ്വർഗം തരും. നിന്റെ പുരയിൽ മാവെന്തുമല്ലതുണ്ടോ അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ? അപ്പം കുറച്ച് മാവ് ഭാര്യ കൊണ്ടുകൊടുത്തു. എന്നിട്ട് അതുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറുമ്പോൾ ഭാര്യയും കൂടെ കയറി ആ സ്ഥലത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് ഭാര്യനെ പ്രസവ വേദന വരുന്ന ആ മുസാഫിറിന്റെ ആ തമ്പിലേക്ക് അയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തീയെല്ലാം ഉണ്ടാക്കി ഈ മൈദമാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭാര്യയെ വിളിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീനെ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സഹോദരന് ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു, കുട്ടിയുടെ അമ്മ സുഖപ്രസവമാണ്, സന്തോഷത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വന്ന ആൾക്കറിയാം ഇതാണ് അമീറുൽ മുഅ്മിനീൻ. അതുവരെ അയാൾക്കറിയില്ലായിരുന്നു. അദ്ദേഹം പൗരുഷമായിട്ടാണ് ആദ്യം തന്നെ പെരുമാറിയത്. അത് കേട്ടപ്പോഴാണ് ഇത് അമീറുൽ മുഅ്മിനാണെന്ന് മനസ്സിലായത്. അമീറുൽ മുഅ്മിനീന്റെ ഭാര്യ പ്രതിമ പ്രജ, ഒരു നാട്ടിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ. അവളോടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ എന്റെ കൂടെ വരുന്നോ, നിനക്ക് ഞാൻ സ്വർഗം തരാം, സ്വർഗം വാങ്ങിക്ക്, നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞത്. എന്താ കാരണം? സേവനം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യണം, നിസ്വാർത്ഥികളല്ല. സലഫികൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇനി വരാൻ പോകുന്നത് ഇത് ഷഅബാൻ മാസമാണ്, റമളാൻ. നമ്മളെ ഈ മഹല്ലിൽ ഉണ്ടാവും നോമ്പനുഷ്ഠിക്കുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ. അവർക്ക് വേണ്ടിയിട്ട് എന്താക്കണം? ഇതുപോലെ സേവനം ചെയ്യാനുള്ള സന്നദ്ധ നിങ്ങളെ മനസ്സിലുണ്ടാവണം. മനുഷ്യർക്ക് അടുത്ത വീട്ടുകാരനോട്, അടുത്ത വീട്ടുകാരിയോട് നമുക്ക് കഴിയുന്നത്ര സേവനങ്ങൾ ചെയ്ത് അവരെയും നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കാൻ, നമ്മളെപ്പോലെ നമസ്കാരത്തിന് വരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് സൽക്കർമ്മങ്ങൾ. അതാണ് സൽക്കർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. സൂറത്തുൽ ബഖറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ കഅബത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്താ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള കാരണം? മദീനയിൽ അധികം ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികളും യഹൂദറുമായിരുന്നു. അവർക്കൊരു തൃപ്തി ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. ആ കിബില റസൂലിന്റെ ആഗ്രഹപ്രകാരം മാറ്റി പിന്നീട് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ, മുനാഫിഖീങ്ങൾ, വളരെയധികം ആരോപണം റസൂലിന്റെ മേലിൽ ആരോപിച്ചു. കണ്ടോ, മുഹമ്മദ് വിചാരിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, മുഹമ്മദ് വിചാരിക്കുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുണ്ടാക്കി. അപ്പോൾ സൂറത്തുൽ ബഖറയിലുള്ള 170 ആയത്ത് അല്ലാഹു ഇറക്കിക്കിടത്തി, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. ബിർറ്, നന്മ എന്ന് പറഞ്ഞത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കലല്ല. വലാകിന്നൽ ബിർറ, നന്മ എന്ന് പറയുന്നത് മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്, വൽ മലായികത്തി, മലക്കുകളിൽ വിശ്വസിക്കലാണ്, വൽ കിതാബി, കിതാബ് ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. അതുപോലെ തന്നെ വആതൽ മാല, നിങ്ങൾ ധനം ചെലവഴിക്കലാണ്, അലാ ഹുബ്ബിഹി, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്ന രീതിയിൽ, നിങ്ങൾക്കത് ആവശ്യമുണ്ട്, ആവശ്യമുണ്ടാവുന്ന അവസരത്തിൽ നിങ്ങൾ ചെലവഴിക്കണം ധനം. അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിർറ് എന്ന് പറഞ്ഞു കൊടുത്തത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കോടീശ്വരനായിരിക്കുന്ന ആളുകൾക്ക് ഒരു പള്ളി കെട്ടിച്ചു കൊടുക്കുക, കോടീശ്വരനായ ആളുകൾക്ക് ഒരു വീട് പൊട്ടിച്ചു കൊടുക്കുക, ഒരു പാവപ്പെട്ട മനുഷ്യനിക്ക്. ഇയാള് പെട്ടല്ലോ, ഒരു കൊല്ലത്തിൽ അയാള് 100, 500, 1000 കോടി സമ്പാദിക്കുന്നു. അപ്പോൾ ഒരു 10 വീട് അയാൾ കെട്ടിച്ചു കൊടുക്കുന്നു. അയാൾക്കൊരു വലിയ പ്രയാസമല്ല കാര്യമല്ല. ഒരാള് 500 റുപ്യക്ക് നയിക്കുന്നു, അയാളെ 10 റുപ്യ ചിലവാക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് അല്ലാഹുവിനെ ഇഷ്ടം. അതാണ് പറഞ്ഞത് വആതൽ മാല അലാ ഹുബ്ബിഹി, നിങ്ങൾക്കതിനോട് ഇഷ്ടമുള്ള, നിങ്ങൾക്കതിനോട് ആവശ്യമുണ്ട്, അത് ആവശ്യമുണ്ടാവുമ്പോൾ അത് ചെലവഴിക്കണം. ആതൽ മാല എന്ന് പറഞ്ഞത് കറൻസി മാത്രമല്ല, ഡോളർ മാത്രമല്ല, നമ്മളെ ആരോഗ്യം. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഒരു പാവപ്പെട്ടവന് രോഗിയുണ്ട് നാട്ടില്, അവനക്ക് മരുന്ന് വാങ്ങാനുള്ള ചുറ്റുപാടില്ല, എനക്കും ഇല്ല, പക്ഷെ സംസാരിച്ച് മറ്റുള്ളവരെ കളക്ഷനാക്കി അയാൾക്ക് കൊടുക്കാൻ പറ്റും.
അതും അയാളെ ധനം ചെലവഴിക്കലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന നമ്മളെ പറയുന്നത് സലഫികളെന്നാണ്. എന്താ സലഫി എന്ന് പറഞ്ഞാൽ? സലഫി എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ പിൻപറ്റി ജീവിക്കുന്നവർ, അമ്പിയാക്കളെ പിൻപറ്റി ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. സലഫികളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സലഫികളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? റസൂലിന്റെ കാലത്ത് യർമൂക്ക് യുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ റസൂൽ കുറെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്വഹാബിക്ക് വെട്ടേറ്റു, അയാൾ യുദ്ധക്കളത്തിന് താഴെ വീണു. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, അൽമാ അൽമാ. ഒരാൾ വെള്ളവുമായിട്ട് അയാളുടെ അടുക്കെ പോയി. അയാൾ വെള്ളമായിട്ട് അയാളെ അടുക്കെ എത്തുന്നതിന് മുമ്പ് അപ്പുറത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയും, അൽമാ അൽമാ. അപ്പം ഈ വെള്ളം ചോദിച്ച ആൾ പറയുന്ന അയാൾക്ക് കൊടുക്കുന്നത്, അയാൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. അയാൾ അടുത്തേക്ക് പോയി പോകുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നു, അൽമാ അൽമാ. അപ്പം രണ്ടാമത്തെ ആള് പറയുന്ന അപ്പുറത്തെ ആള് കൊടുക്കും. നിങ്ങള് അവർക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട്, എന്നിട്ടാ വിളിച്ചു പറയുന്നത്, എനിക്ക് വെള്ളം വേണം കുടിക്കാനെന്ന്. ഞാൻ വെള്ളം ചോദിച്ചു വെള്ളവുമായിട്ട് വരുമ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നത്, എനിക്കും വെള്ളം വേണോ, ആകെയുള്ളൊരു ഗ്ലാസ് വെള്ളം. അപ്പൊ അയാൾക്ക് കൊടുക്കത്. അയാളടിക്ക് പോകുമ്പോഴേക്ക് അയാൾ മരിച്ചുപോയി. തിരിച്ച് രണ്ടാമത്തെ ആളടിക്ക് വന്ന് അപ്പോഴേക്ക് അയാൾ വഫാത്തായി പോയി. മൂന്നാമത്തെ ആളിലേക്ക് വന്ന് അയാൾ മരിച്ചുപോയി. ആ വെള്ളം ആർക്കും കുടിക്കാൻ സാധിച്ചില്ല. എന്നാലും മറ്റുള്ളവരോട് അവർ സ്നേഹം കാട്ടിച്ചു. ഇതാണ് ആത്തൽ മാലഹുബി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എപ്പം തന്നെ മറ്റുള്ളവർ ആവശ്യം കൂടെ പരിഗണിക്കാം. വരാൻ പോകുന്ന റമദാൻ മാസം നിങ്ങളെ പള്ളിയിൽ സക്കാത്ത് സെല്ലുണ്ടോ എന്ന് എനിക്കറിയില്ല. സക്കാത്തിന്റെ ശേഖരണം ഉണ്ടായിരിക്കണം നിങ്ങളെ പള്ളിയിൽ. സക്കാത്തിന്റെയും അതുപോലെ തന്നെ സദഖയുടെ പണം ശേഖരിക്കണം. പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാണ് എന്താ പറയുന്നത്, സദഖ സാലിയ ഹമലി എന്ന് പറയുന്നത്. പള്ളിയിൽ വന്ന് നിസ്കരിച്ച് എല്ലാ തറാവിയക്കും വന്ന് എല്ലാ രാത്രിയും രാവിലെയും സ്വബഹിസ്കാരത്തിനും അശംസ്കാരത്തിനും ജമാഅത്തിനുണ്ടാവും. അത് മാത്രമല്ല, അത് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത്. നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾ ഈ മനുഷ്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ ചുറ്റുപാടിലുള്ള മനുഷ്യനോട് നമുക്കൊരു ബന്ധമുണ്ട്, നമുക്കൊരു കർത്തവ്യമുണ്ട് അവരോട് നിർവഹിക്കാനുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനുള്ളത്. അതിനെനിക്കെങ്ങനെ സാധിക്കുമോ അതുപോലെയെല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. അങ്ങനെ മാത്രമേ നമ്മൾക്ക് എന്താ സാധിക്കുള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്തിനാ സൽക്കർമ്മം ചെയ്യുന്നത്? നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി. നരകത്തിന്റെ ആളുകളെ നാളെ മഹ്ശറിൽ അള്ളാഹു വലിച്ചു കൊണ്ടുപോകും. വലിച്ചങ്ങോട്ട് എറിയും നരകത്തിലേക്ക്. അതിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു കൂട്ടം ആളുകള് നരകത്തെന്ന് ചോദിക്കുക, നിങ്ങൾ എന്താ നരകത്ത് കിടക്കാൻ കാരണം? എന്താ നിങ്ങൾ നരകത്ത് കിടക്കാൻ കാരണം? അള്ളാഹ് പറയാൻ നാളെ മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭവം. എന്താ നരകത്തിൽ കിടക്കാനുള്ള കാരണം? അവർ പറയും, ലം നകും മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുന്നവരെ കറക്റ്റായിട്ട് നിസ്കരിക്കൂല. സമയം ഉണ്ടാകുമ്പോൾ പള്ളിയിൽ വരും, സമയം ഉണ്ടാകുമ്പോൾ തലകുത്തി മറിയും. വന്നവർ 5 മിനിറ്റ് 2 മിനിറ്റ് നിസ്കാരം അങ്ങ് തീർക്കും, അല്ലേ? അങ്ങനെ നിസ്കരിക്കുന്നവർ വളരെ. പാവങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നില്ല. കൊടുത്തിരുന്നാലും തൃപ്തിയോട് കൂടെയല്ല. ഞാൻ നിങ്ങളെ മഹല്ലിൽ വന്നു ഖുത്ബ നിർവഹിച്ച് പോകുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് പോയി എനിക്ക് ഭക്ഷണമല്ല തരും, അല്ലെ? ഒരാള് മരുന്ന് വാങ്ങാൻ പൈസയില്ല, സഹായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഒരു പടം വിരിക്കുവാണ്. എന്നിട്ട് നിങ്ങൾ പോകുമ്പോ 10, 5, 20 ഇട്ടിട്ട് പോകും. ഒട്ടി നോക്കാക്കുക 1200 രൂപ ഉണ്ട് എന്ന് പറയും. അതയാൾക്ക് കൊടുക്കും. എന്താ നിങ്ങളെ രോഗമൊന്നും ചോദിക്കൂല, എന്താ നിങ്ങളെ പ്രയാസമൊന്നും ചോദിക്കൂല. നമ്മളെ അവസ്ഥ അതാണ്. പള്ളിയിൽ വരുന്ന ഒരാൾ ഖുത്ബക്ക് വന്ന അയാൾക്ക് ചോറും കഞ്ഞിയെല്ലാം നിങ്ങൾ കൊടുക്കും, പാവപ്പെട്ടവന് നിങ്ങൾ കൊടുക്കില്ല. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ നരകത്തിൽ കിടക്കാൻ എന്താണ് കാരണം? വലം യകുൻ തുഅമുൽ മിസ്കീൻ. ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങൾ?
മിസ്കീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസം 1000 ഉറുപ്പ്യൻ്റെ ചെലവുണ്ട്. ഒരു 800 ഉറുപ്പ്യ കിട്ടുന്നുണ്ട് അയാളെ മിസ്കീൻ. അയാളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എന്നെ പോലെ നിങ്ങളെപ്പോലെ ഇസ്ത്രീട്ട് ഷർട്ടിട്ടുണ്ടാവും, നല്ല ഫാൻസ് ഇട്ടിട്ട് പള്ളിയിലുണ്ടാവും, എല്ലാം ഒക്കെ ഉണ്ടാവും. പക്ഷെ അയാളെ ബുദ്ധിമുട്ട് നമുക്കറിയില്ല. നമ്മൾ അന്വേഷിക്കണം, എന്നിട്ട് കണ്ടെടുക്കണം. നിങ്ങൾ കേട്ടിട്ടില്ല? അൽ മാഊൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അറൈതല്ലദീ യുകസ്സിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലേ നബിയെ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അറൈതല്ലദീ യുകസ്സിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവർ നിങ്ങൾ കണ്ടില്ലേ? ആരാണവർ? വദാലികല്ലദീ യദുൽ യതീം, അവർ അനാഥരോട് ആദരവ് കാട്ടിക്കാത്തവർ. വലാ യഹുല്ലു വലാ തആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവർ. കൊടുക്കാത്തവർ എന്നല്ല, ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവർ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവർ, ദീനിനെ കളവാക്കുന്നവർ. അറൈതല്ലദീ യുകസ്സിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവർ കണ്ടില്ലേ? വലാ യഹുല്ലു വലാ തആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് അവർ പ്രേരിപ്പിക്കുന്നില്ല. കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അതിനെ പ്രേരിപ്പിക്കുന്നില്ല. ഒരു പാവപ്പെട്ട ആളല്ലേ, ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ. അങ്ങനെ ഇല്ല, നമ്മൾ ചെയ്യാറില്ല. എന്തെങ്കിലും വന്നാ പൈസ ഇട്ട് കൊടുത്തു കൊടുക്കും. റസൂലിന്റെ പള്ളിയിലേക്ക് ഒരാൾ വന്നു, മഹാനായിരിക്കുന്ന റസൂലിന്റെ പള്ളിയിലേക്ക് ഒരാൾ വന്നു. റസൂല് ആയിഷ ബീബിന്റെ വീട്ടിലേക്ക് പോയി. എന്തും ഭക്ഷണം ഉണ്ടാ? ഒന്നുമില്ല നബിയെ, വെള്ളമല്ലാതെ. എല്ലാ ഭാര്യമാരുടെ വീട്ടിലും പോയി, അവരെല്ലാം പറഞ്ഞു വെള്ളമല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഒരു അൻസാരി പറഞ്ഞു, ഞാൻ കൊണ്ടുപോവാ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്താ ചെയ്തതെന്നറിയോ? അയാൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു, ആ അതിഥികൾക്ക് അവരെ ഭക്ഷണം. ആ അൻസാരി കഴിച്ചില്ല, അവരെ മക്കൾക്കും കൊടുത്തില്ല, വിളക്ക് കെടുത്തി കളഞ്ഞു. എന്നിട്ട് അതിഥിയെ ഭക്ഷണം കഴിപ്പിച്ചു. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വഹി അറിയിച്ചു. അൻസാറിന്റെ അതിഥി സൽക്കാരം കണ്ടിട്ട് അള്ളാഹു അത്ഭുതപ്പെട്ടു. അൻസാറിന്റെ അതിഥി സൽക്കാരം കണ്ടിട്ട് എന്ന് പറഞ്ഞത് നമ്മളെ കൂട്ടത്തുണ്ടാവോ സഹോദരന്മാരെ? ഉണ്ടാവില്ല. നമ്മളങ്ങനെ ചെലവഴിക്കുന്നവരുണ്ടാവോ? 500 ഉറുപ്പ്യ ശമ്പളം കിട്ടിയാൽ ഒരു 10 ഉറുപ്പ്യ കൊടുക്കും, അല്ലെങ്കിൽ 20 ഉറുപ്പ്യ കൊടുക്കും, അല്ലെ? 1000 ഉറുപ്പ്യ ലാഭം കിട്ടിയ ഒരു 100 ഉറുപ്പ്യ കൊടുക്കും, അല്ലെ? 1000 ഉറുപ്പ്യ കൊടുക്കുന്ന ആളുണ്ടാ? സ്വന്തം ഭക്ഷണം കഴിക്കാതെ കണ്ടിട്ട് അതിഥികൾ കൊടുക്കുന്നവരുണ്ടാ? അള്ളാഹു നാണിച്ചു പോയി അൻസാറിന്റെ അതിഥി സൽക്കാരം കണ്ടിട്ട് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് നരകത്തിൽ കിടക്കുന്നവർ അവർ എന്താക്കുന്നു? മുസ്ലിംമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ഭക്ഷണം കൊടുക്കാൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. വരുന്ന റമദാൻ, ആ മാസത്തേക്ക് ഇപ്പോഴേ നിങ്ങൾ തയ്യാറാക്കണം. നോമ്പനുഷ്ഠിക്കാൻ ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത മാസത്തിലേക്കുള്ള പ്രേരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മളെ നാട്ടിലെ നിങ്ങൾ ആളെ നോക്കണ്ട, സുന്നിയോ സലഫിയോ ഹിന്ദുവോ, അവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാ, അവിടെ മരുന്നിന് ബുദ്ധിമുട്ടുണ്ടാ, അവിടെ മറ്റു വല്ലതിന് ബുദ്ധിമുട്ടുണ്ടാ, അത് നമ്മളെ കയ്യിലൂടെ അവർക്ക് എത്തണം, അതിനെ ഇങ്ങോട്ടെടുക്കണം. അതാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്. അതിനെയാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്. അതിലെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അത്തരം നല്ല സേവനം ചെയ്യാനുള്ള സന്മനസ്സും ആർജവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും പരിശുദ്ധ സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു
നാളെ നമ്മൾ മരിപ്പിക്കുമ്പോൾ അമ്പിയാക്കന്മാരുടെ കൂടെ ഔലിയാക്കന്മാരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുരമാറക്കണം. കാലിയ ഇബാദത്ത് അത് മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചോദിക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചോദിക്കുകയുണ്ടായി, അലം നജ്അലു ഐനൈനി, നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നിട്ടില്ലേ? 2 കണ്ണാരാ തന്നത്? അല്ലാഹു. വലിസാനം വശഫത്തൈൻ, ഒരു നാവും 2 ചുണ്ടും തന്നിട്ടില്ലേ? വഹദൈനാഹു നജ്ദൈൻ, നിങ്ങൾക്ക് ഞാൻ 2 മാർഗം കാട്ടിച്ചു തന്നില്ലേ? ഫലഖതഅമൽ അഖബ, പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രയാസമേറിയ മാർഗത്തിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ചുരമാർഗം സഞ്ചരിക്കാം. ഒമാ അദ്റാക മൽ അഖബ, എന്താണ് ചുരമാർഗം എന്ന് പറഞ്ഞാൽ? ഫക്കു റഖബ. റഖബ എന്ന് പറഞ്ഞ ശബ്ദത്തിന് 2 അർത്ഥം കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഒന്ന് അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പെരടിയുടെ ഭാരം നീക്കിവെക്കുക. ഈ 2 അർത്ഥവും സാധുവാണ്. ഒരാളുടെ പ്രയാസം തീർത്തു കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ പ്രയാസം? നിങ്ങൾക്ക് 2 കണ്ണ് ഞാൻ തന്നില്ലേ? 2 ചുണ്ട് തന്നില്ലേ? ഒരു നാവ് തന്നില്ലേ? 2 മാർഗം നിങ്ങൾക്ക് കാട്ടിച്ചു തന്നില്ലേ? ചുരമാർഗം സഞ്ചരിക്കാൻ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്റെ സാധിക്കാൻ കഴിയാത്തത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് സാധിക്കാത്തത്? ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് സാധിക്കാത്തത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മളെല്ലാം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇജ്അൽനി മിനസ് സാലിഹീൻ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ എന്നുള്ളത്. അല്ലാഹ് എത്രേ പ്രാവശ്യം വിചാരിച്ചിട്ട് നമുക്ക് പിളങ്ങി വിചാരിച്ചിട്ടുണ്ടാവോ നമ്മളെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന്? എന്താ കാരണം എന്നറിയോ? അല്ലാഹു നമ്മളെ ദുആ സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു പറഞ്ഞ പോലെ ആയിരിക്കണം. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കണം. അടുത്ത വീട്ടിൽ പാവപ്പെട്ടവർ കഷ്ടപ്പെടുമ്പോൾ അതിനെ സ്പന്ദിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. അതിനാ സലഫി എന്ന് പറയുന്നത്. അവരായിരുന്നു സലഫികൾ, അങ്ങനെയായിരുന്നു സലഫികൾ. അൻസാറുകളെ നിങ്ങൾ അറിയില്ലേ? മുഹാജിറുകളായിട്ട് വന്നവർക്ക് 2 വീടുള്ളവർ 1 വീട് കൊടുത്തു. കച്ചവടത്തിൽ പാർട്ട്ണറായി 2 തോട്ടമുള്ളവർ 1 തോട്ടം കൊടുത്തു. 2 ഭാര്യന്മാരുള്ളവർ ഒന്നിന് തലാഖ് ചൊല്ലി മറ്റാൾക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാക്കി കൊടുത്തു. എന്താ കാരണം? അവർ സലഫികളാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ ജീവിക്കുന്ന ഭയപ്പെട്ടിട്ട് തന്നെ, പക്ഷെ കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. കൊടുക്കുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളോട് അള്ളാഹു ഒരു പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അതാ ഞാൻ നിങ്ങൾക്ക് ഓതി വെച്ച്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ മാർഗത്തിൽ നീ വഴി നടത്തണേ റബ്ബേ. അതേതാ? സാലിഹീങ്ങളുടെ മാർഗത്തിൽ എന്നെ സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ എന്ന് ഒരു ദിവസം നിർബന്ധമായിട്ട് 17 പ്രാവശ്യം ഞാനും നിങ്ങൾ പറയുന്നുണ്ട്. സുന്നത്തായിട്ട് കുറേ ടൈം പറയുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലേ? എന്നിട്ടും നമ്മൾക്കിപ്പോ ധൈര്യം പോരാ. എന്തേ ധൈര്യമില്ലാത്ത? എന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്നറിയോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചതായിരിക്കുന്ന ആളുകളുടെ മാർഗത്തിൽ. അവരാരാണ്? അവര് നബിമാർ, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സാലിഹീങ്ങള്. എന്നിട്ട് പറയുന്നു, വൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ ദേഷ്യം ഇറങ്ങിയ കൂട്ടവരല്ല, വലല്ലാലീൻ, നിന്റെ മാർഗഭ്രഷ്ടരായ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കാൻ പാടില്ല. നിന്റെ കോപമിറങ്ങുന്നവരുടെ മാർഗത്തിലും അല്ലാഹു ചേർക്കാൻ പാടില്ല. ഈ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടോ നമ്മളത്? കാരണം നമ്മളെ ഭക്ഷണം അങ്ങനെയാണ്. അല്ലാഹു പറയാണ്, നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. സൂറത്ത് താഹയിലെ അതിന്റെ 81-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ഗൂ ഫീഹി,
അതിൽ നിങ്ങൾ അമിതം കാട്ടരുത്. വേണ്ടത്ര ഭക്ഷണം ഉണ്ടാക്കി, കുട്ടികൾ കുറെ ചാടി, കുറെ മറ്റുള്ളവർ ചാടി, നായ്ക്ക് പൂച്ചക്കെല്ലാം കൊടുത്ത് അടുത്ത വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. നിങ്ങളെ വീട്ടിലെ ബിരിയാണിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, സന്തോഷം കാണുന്നുണ്ടാവും. ആ വീട്ടുകാർക്ക് വിളിച്ച് ഇത്ര ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. അല്ലാഹു പറയുന്നു, നിങ്ങൾ അമിതമാക്കരുത് ഭക്ഷണത്തിൽ. നിങ്ങൾ അതിൽ അമിതം ആവേശം കാട്ടിട്ട് ഭക്ഷണം മുടക്കാക്കരുത്. അപ്പോൾ എന്റെ കോപം നിങ്ങളുടെ മേലുണ്ടാവും. നമ്മൾ ഫാത്തിഹ നിസ്കരിക്കുമ്പോ പറയുന്നു, നമ്മൾ ഭക്ഷണം പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ അതെല്ലാം ഇസ്രാഫാക്കി കളയുന്നു. അത് വേണ്ടത്ര തിന്നാൻ കൊടുക്കുന്നു. എന്തെല്ലാം ഐറ്റംസ്! എന്താ സഹോദരന്മാരെ, അല്ലാഹു പറയുന്നു, എന്റെ കോപം ഒരാളെ മേലെത്തിക്കഴിഞ്ഞാൽ അവൻ നശിച്ചത് തന്നെ. നമ്മൾ സലഫിയായിട്ട് എന്ത് പ്രയോജനം? അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്വീകരിച്ചിട്ടുണ്ട് പ്രയോജനം? ഭക്ഷണം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും അമിതമായിട്ട് അത് മോശമാക്കി കളയുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കോപമുണ്ടാവും, ശാപമുണ്ടാവും. എന്റെ ശാപം ആർക്കും കിട്ടിയാൽ ഫഖദ് ഹവാ, അവൻ നശിച്ചത് തന്നെ എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. സഹോദരന്മാരെ, വരുന്ന റമദാനിലേക്ക് തയ്യാറാകേണ്ടത് അങ്ങനെയാണ്. നമ്മൾ അതിനു വേണ്ടി ഇപ്പോഴേ നമ്മളെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം തിരിച്ചു കൊടുക്കുക, ചുറ്റുഭാഗത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാവപ്പെട്ടവർക്ക് റമദാനിൽ കൂലി അധികം പ്രതീക്ഷിച്ചു കൊണ്ടിട്ട് ആളുകൾ നിങ്ങളെ മുമ്പിൽ വരും. എനിക്കിങ്ങനെ ഒരു മകളുണ്ട്, എനിക്കിങ്ങനെ ഒരാളുണ്ട്, എൻ്റെ രോഗിയുണ്ട്. അങ്ങനെ വന്നാൽ അവർക്ക് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു പറഞ്ഞത്, നബിയെ, ചോദിച്ചു വരുന്നവരെ നിങ്ങൾ കൈമടക്കരുത്, എന്തെങ്കിലും അവർക്ക് കൊടുക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ആജ്ഞാപിച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരാള് സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മളെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ അതിന് ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മാത്രം അല്ല മനുഷ്യർക്ക് ബന്ധമുള്ളത്, ഈ മനുഷ്യ സമൂഹത്തിനോടും ബന്ധമുണ്ട്. അതുകൊണ്ടിട്ട് ഈ ജീവിത രീതി, ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളെ സമ്പത്തിൽ നിന്നിട്ട്, നമ്മളെ ആരോഗ്യത്തിൽ നിന്നിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രയത്നം നമ്മളെ പള്ളി മുഖേന ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന സാലിഹായിരിക്കുന്ന അമലുകൾ ചെയ്യുന്നവരായി തീരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ പാവങ്ങളെ നീ പുറത്തു തരണേ റബ്ബേ. വരാൻ പോകുന്ന റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുവാനും സദഖകൾ ചെയ്യുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്മനസ്സും സൗഭാഗ്യം നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, സാലിയായ നോമ്പനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ശിക്ഷയാകുന്ന പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. وصلى الله تعالى وسلم على خير خلق نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.